നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ആലോചനാ വിഷയം ജാതി മേധാവിത്വത്തിൻ്റെ സാംസ്കാരിക അവശിഷ്ടങ്ങൾ, ദളിത് ജീവിതം എന്നുള്ളതാണ് ചർച്ചാ വിഷയം. ഇവിടെ ഈ ടൈറ്റിലിൽ ഇവിടെ നമ്മൾ കാണുന്നൊരു വാചകമുണ്ട്: ഒന്നിക്കാം മുന്നേറാം, ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജാതി സൃഷ്ടിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം ഒന്നിക്കാം മുന്നേറാം എന്നുള്ളതാണെങ്കിലും ജാതി മനുഷ്യരെ ഒന്നിക്കുന്നതിൽ നിന്നും മുന്നേറുന്നതിൽ നിന്നും തടയുന്നു എന്നുള്ളതാണ്. ആരെയും ഒന്നിക്കാൻ ജാതി അനുവദിക്കുന്നില്ല, ആരെയും മുന്നേറാൻ ജാതി അനുവദിക്കുന്നില്ല. ഈ ആരെയും എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ചില പ്രത്യേക വിഭാഗങ്ങളെ മുന്നേറാൻ ജാതി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് കാസ്റ്റ് മാറ്റേഴ്സിൽ സൂരജ് യങ്ഡെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പാർശ്വവൽകൃതരായി തീരാൻ പ്രധാനപ്പെട്ട കാരണം ജാതിഹിംസാ വ്യവസ്ഥയാണ് എന്നുള്ളതാണ്. ഈ ജാതി ചെയ്യുന്ന രണ്ട് തരം കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ജാതിയുടെ ഹിംസ ജാതിയുടെ വരേണ്യമായ സാംസ്കാരിക മൂലധനം സംവഹിക്കുന്ന ജാതി വിഭാഗങ്ങളെ പോലും അതിൻ്റെ കീഴിൽ അമർത്തുന്നു. അതൊന്ന്. രണ്ട്, അത് ഹിംസാത്മകമായി മറ്റുള്ള ജനവിഭാഗങ്ങളെ എല്ലാം തന്നെ പുറന്തള്ളുന്ന ഒരവസ്ഥാവിശേഷം സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനെപ്പറ്റിയാണ് ചെറായി ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ യഥാർത്ഥത്തിൽ സാംസ്കാരിക അവശിഷ്ടമെന്നല്ല പറയേണ്ടത്. അതൊരു ജാതി മേധാവിത്വം എന്ന് പറയുന്നത് ഇപ്പോൾ തുടരുന്ന ഒരു സാംസ്കാരിക പരിതാവസ്ഥയുടെ പേരാണ് ജാതി എന്ന് പറയുന്നത്. അതിൻ്റെ അവശിഷ്ടം എന്ന് പറയുമ്പോൾ ജാതി പലതരത്തിൽ ഇല്ലാതായതിനു ശേഷം കുറച്ചൊക്കെ ഒരു അവശിഷ്ടം കാണുകയാണെങ്കിൽ നമുക്കത് നിലവിലുള്ളതൊരു അവശിഷ്ടമാണെന്ന് പറയാൻ കഴിയും. പക്ഷേ ഇത് ജാതി അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഹിംസാത്മകമായ രാക്ഷസീയതയും ആവാഹിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിലും കേരളീയ സമൂഹത്തിലും ആഴത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥാക്രമമാണ് ജാതി എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാം. ഒരിക്കൽ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ നാരായണ ഗുരുവിൻ്റെ സമീപത്ത് എത്തുകയുണ്ടായി. അപ്പോൾ അന്തേവാസികൾ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു. പുന്നശ്ശേരിക്ക് ഭക്ഷണം കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. നാരായണ ഗുരു ഏതൊക്കെ തരത്തിൽ പറഞ്ഞാലും ഗുരുവാണ്, സന്യാസിയാണ് എന്നൊക്കെ പറഞ്ഞാലും പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ എഴുതിയിരിക്കുന്നത് ഈഴവർ മധ്യമ ചണ്ടാളരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചണ്ടാളൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കും? ഇതാണ് പുന്നശ്ശേരി അലട്ടിയ പ്രശ്നം. ഈ പ്രശ്നം ഗുരുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് താൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിട്ടും പുന്നശ്ശേരി അതിന് തയ്യാറാവാത്തത് എന്ന് ഗുരുവിന് മനസ്സിലായി. ഗുരു പറഞ്ഞ കാര്യം, ഒരു ഇളനീര് കൊണ്ടുപോയി പുന്നശ്ശേരിക്ക് കൊടുക്കൂ. ഇത് അന്തേവാസികൾക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കി. ജാതിക്കെതിരായി പ്രവർത്തിക്കുന്ന ഗുരു ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുന്നശ്ശേരിയെ ക്ഷണിക്കുന്നതിന് പകരം പുന്നശ്ശേരിയുടെ ഇഷ്ടത്തിന് ഒരു ഇളനീര് കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുന്നു. ഇത് അന്തേവാസികളിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കി. അന്തേവാസികൾ ഗുരുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ പെരുമാറിയത്? ഗുരു പറഞ്ഞ മറുപടി, ജാതിഹിംസയുടെ വ്യവസ്ഥാക്രമം സ്വയം സ്വാംശീകരിച്ചുകൊണ്ട് ജാതിയാൽ തന്നെ പുന്നശ്ശേരി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ശിക്ഷയാണ് സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഗുരു താമസിച്ച സ്ഥലത്ത് നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് പുന്നശ്ശേരി മടിച്ചത്. അപ്പോൾ ജാതി വ്യവസ്ഥ ഒരു വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളെ സ്വയം അതിൻ്റെ അടിമയാക്കുന്നു, ആ ശിക്ഷാക്രമം ഏറ്റുവാങ്ങാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ അത് മറ്റുള്ളവരെ ശിക്ഷിക്കുന്നൊരു വ്യവസ്ഥാക്രമമായി ജാതി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ജാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിംസാ വ്യവസ്ഥ എന്ന് പറയുന്നത്. വർത്തമാനകാലത്തിൽ അത് പല രീതിയിൽ തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വംശീയ കൊലപാതകം നമ്മൾ കണ്ടത്. രാം നാരായൺ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പൊതുവെ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിന് ആൾക്കൂട്ട ആക്രമണമല്ല, ജാതി വംശീയതയിൽ അണ്ട ഹിംസയാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ ഇത്ര ക്രൂരമായി കൊല്ലുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ജാതി എങ്ങനെ വർത്തമാനകാലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ
അയാളൊരു ബംഗ്ലാദേശി ആയതുകൊണ്ടും അയാളൊരു മുസ്ലിം ആയതുകൊണ്ടും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? നമ്മൾ പൊതുവെ വിചാരിക്കുന്ന മുസ്ലിം എന്ന് പറയുമ്പോഴത്തേക്ക് ജാതിയും മുസ്ലിമും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ വളരെ പെട്ടെന്ന് ആലോചിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥാക്രമം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെയും അയിത്തജാതിക്കാരായും അസ്പൃശ്യരായും പുറന്തള്ളപ്പെടേണ്ടവരായും സ്ഥാനപ്പെടുത്തുന്ന ഒരു ശൈലിയാണ്, ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ജാതിക്കുള്ളത്. ഇത് വളരെ കൃത്യമായിട്ട് പല മധ്യകാല കൃതികളിൽ പരിശോധിച്ചാൽ അറിയാം. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള പഠനത്തിൽ വിപിൻ ചന്ദ്രയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് മുസ്ലിങ്ങളെ ഇന്ത്യൻ സമൂഹം ദളിതരെ പോലെ തന്നെ അയിത്തക്കാരായിട്ട് തന്നെയാണ് സ്ഥാനപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ബംഗ്ലാദേശി ആണെന്നതിൻ്റെ പേരിൽ, ഒരു മുസ്ലിം ആണെന്നതിൻ്റെ പേരിൽ കേരളത്തിൽ പോലും ഒരാൾ ആക്രമിക്കപ്പെടുന്ന രീതിയിൽ കേരളത്തിൽ വളരെ ആഴത്തിൽ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ജാതി വംശീയത, ഇതിൽ യഥാർത്ഥത്തിൽ അതിനെ വിളിക്കേണ്ട പേര് ഹിന്ദുത്വ വംശീയത എന്നാണ്. ആ ഹിന്ദുത്വ വംശീയത അല്ലെങ്കിൽ ഹിന്ദു വംശീയത വളരെ ആഴത്തിൽ കേരള സമൂഹത്തെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസുകാർക്ക് ഇപ്പം പോലീസ് വാച്ചിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ അറിയാം, പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ആരാണ്? അത് ഗ്രാമനഗര വ്യത്യാസമെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിക്കാരൻ വന്നാൽ പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളാണ് എന്നുള്ളതാണ് പഠനം തെളിയിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന മനുഷ്യരുടെ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ അറിയാം, അത് ഏതൊക്കെ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇന്ത്യൻ ജയിലുകളിലുള്ളതെന്ന് പരിശോധിച്ചാൽ അത് ആദിവാസികളും ദളിതരും മുസ്ലിങ്ങളുമാണ് ജയിലുകളിലുള്ളത് എന്നാണ് പഠനങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഒരാളെ കുറ്റവാളിയായി ഒരാളെ സ്ഥാനപ്പെടുത്തുന്നതിൽ ജാതി വ്യവസ്ഥ ഒരു മുൻവിധി ഇന്ത്യൻ സമൂഹത്തിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കും അവർ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളത്തിന് പകരം എന്താണ് അവരോട് പോലീസുകാർ പറയുന്നത്? നിങ്ങൾ വേണമെങ്കിൽ കക്കൂസിൽ പോയി വെള്ളം കുടിക്കാൻ പോലീസുകാർ പറയുന്നു. പക്ഷെ പോറ്റ് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കടയിൽ ചെന്ന് സംഭാരം വാങ്ങിച്ചു കൊടുക്കാൻ പോലീസുകാർ തയ്യാറാകുന്നു. ഈ വ്യത്യാസം എങ്ങനെയാണ് ജാതി മറ്റു മനുഷ്യരെ നോക്കിക്കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ഗ്രാമനഗര വ്യത്യാസമില്ല. പോലീസ് സ്റ്റേഷനുകളിൽ ആരാണ് ആക്രമിക്കപ്പെടുന്നത് നോക്കിയാൽ മതി, ആരാണ് തല്ലുകൊള്ളുന്നത് നോക്കിയാൽ മതി, ആരാണ് അടിച്ചമർത്തപ്പെടുന്നത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പൊതുവെ ബ്രിട്ടീഷ് കൊളോണിയൽ ഹാങ് ഓവറിൽ നിന്ന് പോലീസുകാർ മുക്തരായിട്ടില്ല എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് പോലീസുകാർ മുക്തരാകാത്തത് ജാതി ഫ്യൂഡൽ മാടമ്പി മനോഭാവത്തിൽ നിന്ന് അവർ മുക്തരായിട്ടില്ലെന്നാണ് പറയേണ്ടത്. കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും പോലീസുകാരെങ്ങനെയാണ്? ഒരു ഫ്യൂഡൽ നാടുവാഴി പ്രമാണിയെ പോലെയാണ് കേരളത്തിലെ ഇന്ത്യയിലെയും പോലീസുകാർ പെരുമാറുന്നത് എന്നുള്ളതാണ്. പോലീസുകാർ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സവർണ ഫ്യൂഡൽ നാടുവാഴിയെ പോലെ അവർ പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. രണ്ട് തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ ആഴത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു ഒരു പുതിയ മാനിഫെസ്റ്റേഷൻ ജാതിക്കുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ആചാര വ്യവഹാര ക്രമങ്ങളിലൂടെ ജാതി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ തിരുവനന്തപുരത്ത് നഗരസഭയിൽ ഇപ്പോൾ BJP അധികാരത്തിലേറുന്നതിൻ്റെ ഭാഗമായിട്ട് ഇക്കാര്യത്തെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലത്തെ സത്യപ്രതിജ്ഞ സംഭവ വികാസങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതെന്താണ്, എല്ലാ സ്വതന്ത്ര തിരുവിതാംകൂറാണോ എന്ന് തോന്നുന്ന മാതിരിയുള്ള സത്യപ്രതിജ്ഞകളാണ് ഇന്നലെ പുറത്തു വന്നത്. മുരുകൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ, അയ്യപ്പൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ, അയ്യപ്പ ശരണം വിളിച്ചുള്ള സത്യപ്രതിജ്ഞ. ഈ രീതിയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെപ്പറ്റി ഭരണഘടന അധിഷ്ഠിതമായിട്ട് നമുക്ക് കാണാൻ കഴിയും, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നതിനെപ്പറ്റി കാണാൻ കഴിയും. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇത് ഏതൊരു ദേവലോകമാണോ എന്ന് തോന്നുന്ന മാതിരിയാണ് കാര്യങ്ങളുടെ ഒരു കടപ്പുവശം. പക്ഷെ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നതെന്ന് അറിയണമെങ്കിൽ വാൽമീകി രാമായണത്തിലെ ശംഭൂകവധം ഒന്ന് നോക്കണം. ആ ദേവലോകത്തിൽ ആർക്ക് പ്രവേശനമില്ല? ശംഭൂകന് പ്രവേശനമില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ചില പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒക്കെ ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവാം, പക്ഷേ ആത്യന്തികമായിട്ട് അവരെ പുറന്തള്ളുന്ന ഒരു സംഗതി ഉടൻ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സ്ഥാനമാന പദവികൾ വീതിച്ചു കൊടുക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്.
ഇത് ഒരു വഴിയാണ്. ആചാര വ്യവഹാരങ്ങളിലൂടെ പുതിയ രീതിയിൽ സ്ഥാനമാന പദവികൾ ഉറപ്പിക്കുന്ന രീതിയിൽ ജാതി ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിവാഹക്രമം ഇപ്പോഴും ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സെമിനാർ വേദിയുടെ പേര് സഹോദരൻ അയ്യപ്പൻ നഗർ എന്നാണ്. പക്ഷേ സഹോദരൻ അയ്യപ്പൻ സ്വപ്നം കണ്ട ഒരു വിവാഹക്രമമുണ്ട്, ഒരു കുടുംബജീവിത വ്യവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം ഇപ്പോഴും ജനാധിപത്യവൽക്കരിക്കപ്പെടാത്തൊരു സമൂഹമാണ് എന്നുള്ളതാണ് മാട്രിമോണിയൽ കോളങ്ങളെല്ലാം തെളിയിക്കുന്നത്. അതിൽ ഇങ്ങനെ കാണാം, നായർ യുവതി 20 വയസ്സ് SC/ST ഒഴികെ, അതിപ്പോഴും പത്രങ്ങളിൽ കാണാം. ഇപ്പൊ തെങ്ങ് കയറുന്നത് സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയാണെങ്കിൽ 90% സംവരണം ദളിതർക്ക്, 90% തെങ്ങ് കയറ്റത്തിന്റെ സംവരണം ദളിതർക്കാണ്. പക്ഷെ യൂണിവേഴ്സിറ്റിയിൽ ഈ സംവരണം നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആൾക്കാരും, അത് ഇന്ത്യയിൽ മുഴുവൻ 916 പുരോഗമനക്കാരുൾപ്പെടെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സംവരണത്തെ അട്ടിമറിക്കാം എന്നുള്ളതാണ്. അപ്പം സംവരണം എന്ന് പറയുന്ന ആശയം പോലും ഇന്ത്യയിൽ വലിയ രീതി ഭീകരമായ അട്ടിമറി നേരിടുന്നു എന്നുള്ളത് തെളിയിക്കുന്നത് ജാതി വ്യവസ്ഥ അത്രയും ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്ത്രീകളെ അടിച്ചമർത്തുന്നു, അത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായ കർത്തൃത്വം അനുവദിക്കുന്നില്ല. ഇങ്ങനെ പല നിലകളിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതായിരുന്നു പ്രധാനപ്പെട്ടൊരു ചോദ്യം. യൂണിവേഴ്സിറ്റികളിൽ ഒന്ന്, സംവരണ അട്ടിമറികളിലൂടെ ആളുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ ആകമാനം നടന്നു വരുന്നു. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട്, മോദി ഭരണത്തിലേറ്റ 10 വർഷക്കാലമായിട്ട് കാര്യമായ നിയമനങ്ങളൊന്നും തന്നെ നേരിട്ടുള്ള നിയമന വഴിയായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നത്, അത് സൂചിപ്പിക്കുന്നത് സംവരണം ഇന്ത്യയിൽ ഇപ്പോൾ കാര്യക്ഷമമായി നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. സംവരണം നടപ്പിലാക്കപ്പെടുന്നില്ല എന്നത് സൂചിപ്പിക്കുന്നത്, അത് അർത്ഥമാക്കുന്നത് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനവിഭാഗങ്ങളും പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ജാതിയെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾക്കൊന്നും തന്നെ ഫണ്ട് കൊടുക്കുകയും അതിന് പ്രോജക്റ്റ് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പകരം സനാതന ധർമ്മത്തെ സംബന്ധിച്ച്, ഇതിഹാസങ്ങളെ സംബന്ധിച്ച്, പുരാണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഗവേഷണ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ പ്രോജക്റ്റൊക്കെ പാസ്സാകുന്നു. എന്ന് മാത്രമല്ല, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തെ പറ്റി പഠിക്കുക, വേദങ്ങളിലെ കെമിസ്ട്രിയെ പറ്റി പഠിക്കുക, ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം മാറുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ജാതി ഓരോരുത്തരും അഭിമാനിക്കുന്ന വ്യവസ്ഥയായി നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ പോലും മാറിയിരിക്കുന്നു എന്നുള്ളത്. ഓരോരുത്തരും സ്വയം അഭിമാനിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന സവർണർ മാത്രമാണ് ജാതിയുടെ പേരിൽ അഭിമാനിക്കുന്നത്. അങ്ങനല്ല. ഡോക്ടർ BR അംബേദ്കർ സാൻസ്ക്രിറ്റൈസേഷനെ സംബന്ധിച്ച് നടത്തിയ നിരീക്ഷണം വളരെ കൃത്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ മധ്യമജാതികളെല്ലാം കൂടുതൽ സവർണരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സവർണതയെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ കേരളത്തിലെ മധ്യമജാതികളെല്ലാവരും തന്നെ ക്ഷേത്രവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ആഴത്തിലുള്ള വെറുപ്പും വംശീയ വിദ്വേഷവും ഇന്ത്യയിൽ ആകമാനം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലും അത് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടെ ഈ ജാതി വംശീയത ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് മത്സ്യവും മാംസവും കഴിക്കുന്നവരൊക്കെ തന്നെ അശുദ്ധരായി സ്ഥാനപ്പെടുകയും, മത്സ്യവും മാംസവും കഴിക്കുന്നവർക്ക്, നമ്മൾ വിചാരിക്കും ഉത്തരേന്ത്യയിൽ ആണെന്ന്, പക്ഷേ കേരളത്തിൽ പോലും, കൊച്ചിയിൽ പോലും മീനും ഇറച്ചിയും കഴിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു ഫ്ലാറ്റ് തേടി ചെന്നാൽ കൊച്ചിയിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ സംജാതമാകുന്നത് ഈ ജാതിയുടെ ഒരു ഹിംസാക്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതും നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, നമ്മളിനി ഈ രാമായണത്തെയും മഹാഭാരതത്തെയും ഉപനിഷത്തുകളെയും കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഈ ചർച്ചകളൊക്കെ യഥാർത്ഥത്തിൽ അവസാനിച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം എന്ന് കേരളത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സംവാദ വിഷയമാണ്. നമ്മൾ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരു സംവാദം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംവാദം അവസാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ നിരന്തരം ഉന്നയിക്കാറുള്ളത് പോലെ, നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതുപോലെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയോധ്യ
രാമക്ഷേത്രത്തിൽ വന്നു നിന്നുകൊണ്ട് ധർമ്മധ്വജം ഉയർത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെ തുടർന്ന് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് രാമരാജ്യത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കഴിഞ്ഞു, ഇതാ രണ്ടാം രാമരാജ്യം സമാഗതമായി എന്നാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെറായി സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തേക്ക് വരുവാൻ തങ്ങൾക്കാശ്രയമായത് മൂലധനമോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാർസിൻ്റെയോ ഏംഗൽസിൻ്റെയോ പുസ്തകങ്ങളല്ല എന്നും അവർക്ക് ഇടതുപക്ഷത്തേക്ക് വരാൻ കാരണഭൂതമായി തീർന്നത്, അതിന് ഉപാദാനമായി തീർന്നത് മഹാഭാരതവും രാമായണവുമാണ് എന്ന് പ്രഖ്യാപിച്ചതിലൂടെ തങ്ങൾ യഥാർത്ഥ ബ്രാഹ്മണിസ്റ്റുകളാണെന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അകത്ത് മാർസും അകത്ത് പൂന്താനവും പുറത്ത് മാർസുമായി വേഷം കെട്ടിയാടുന്ന കുറേ ആളുകളാണ് പുരോഗമനകാരികളായി കേരളത്തിലെങ്കിലും ഉള്ളത് എന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ചെറായി ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചത് എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യം വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇനി നമുക്ക് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയൊക്കെ ചർച്ച അവസാനിപ്പിക്കാം, ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തിയുള്ള അവകാശങ്ങളെ സംബന്ധിച്ചാവാം ചർച്ച എന്ന് കേരളത്തിലെ ദളിത് ബുദ്ധിജീവികളെങ്കിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം മാതൃഭൂമി വാരാന്ത പതിപ്പിൽ, മനോരമയിൽ, ജന്മഭൂമിയിൽ ഇതിലൊക്കെ തന്നെ ഒരുപോലെ എഴുതിക്കൊണ്ടിരിക്കുന്ന ചില വിദ്വാൻമാരുണ്ട്. ജന്മഭൂമിയിലും എഴുതും, മാതൃഭൂമിയിലും എഴുതും. ഒരേപോലെ നിഷ്ണാതന്മാരാണ്, രണ്ടും ഒരേ ആശയമാണ്. രണ്ടും എഴുതുന്നത് എന്താണ്? രാമായണം അങ്ങ് പുകഴ്ത്തുക. അതിൽ രസകരമായിട്ടുള്ളത്, അതിൽ ഒരു സാഹിത്യകാരൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ സംരക്ഷണ യജ്ഞമാണ് രാമായണ പാരായണത്തിലൂടെ നടപ്പിലാകുന്നത് എന്ന് പറഞ്ഞ വിദ്വാൻമാർ ജീവിച്ചിരിക്കുന്ന നാടുകൂടിയാണ് കേരളം. നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമല്ലോ, വെറുതെ പറയുന്ന, നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറച്ചിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ ജാതിയാണ് ഈ നാനാത്വം സൃഷ്ടിച്ചിട്ടുള്ളത്. ഏകത്വം യഥാർത്ഥത്തിൽ ഇല്ലാത്ത അങ്ങനൊരു ഏകത്വം ഇന്ത്യയിലില്ല, കേരളത്തിലും ഇല്ല, അതിനൊട്ട് സമ്മതിക്കുകയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം വെളിയിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കേരള സർവകലാശാല വിപിൻ വിജയൻ്റെ PhD വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഡോക്ടർ വിജയകുമാരിയെ രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് യോഗക്ഷേമ സഭ പത്രക്കുറിപ്പുമായിട്ട് രംഗത്ത് വരിക. വേറെ ആരെങ്കിലുമാണ് ഈ പത്രക്കുറിപ്പുമായിട്ട് രംഗത്ത് വരുന്നതെങ്കിൽ ഈ ചാപ്പ മുദ്ര അടിച്ച് വെച്ചിരിക്കുക, സ്റ്റാമ്പേ. എന്താണ് ആ ചാപ്പ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വത്വവാദ ചാപ്പ. NSSനും യോഗക്ഷേമ സഭയ്ക്കും ഒരിക്കലും സ്വത്വവാദ ചാപ്പ കിട്ടത്തില്ല. അതൊക്കെ വളരെ സെക്കുലറാണ്. യോഗക്ഷേമ സഭ സെക്കുലർ, NSS സെക്കുലർ, സിറിയൻ ക്രിസ്ത്യാനികൾ സെക്കുലർ, അവരൊക്കെ സെക്കുലറാണ്. പക്ഷേ ദളിതരും പിന്നോക്കക്കാരും എന്തെങ്കിലും ഒരു അവകാശ സമരം ഉന്നയിച്ചാൽ നമ്മൾ ഈ ചാപ്പ റെഡിയാണ്, മഷിയിൽ കുത്തി, ഈ പണ്ട് ഈ അടിമകളെ പുറത്ത് കുത്തുമല്ലോ, ആ രീതിയിൽ ഇങ്ങനെ ഉടനെ പുറത്ത് കുത്തി, നീ സ്വത്വവാദി, മാറി നിൽക്കടാ. യോഗക്ഷേമ സഭയ്ക്ക് ഇങ്ങനെ ഒരു സ്വത്വവാദ ചാപ്പ് ഒരു കാലത്തും ഏൽക്കേണ്ടി വരുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്വത്വവാദികൾ ആരാന്ന് ചോദിച്ചാൽ സംശയരഹിതമായിട്ട് നമുക്ക് പറയാൻ കഴിയും, അത് NSSൻ്റെയും യോഗക്ഷേമ സഭയുടെയും വക്താക്കളും പ്രോക്താക്കളുമാണ്. സംശയരഹിതമായിട്ടും പറയാൻ കഴിയും. കാരണം ആ ജാതി സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെതിരായ വാദവിവാദങ്ങൾ മുഴുവൻ മലയാളി ശൂദ്രർ ഉയർത്തിയത്. തങ്ങളുടെ ജാതി സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ചു. ഞാൻ സമുദായം എന്ന വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല. യഥാർത്ഥത്തിൽ സമുദായ സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ചത് കേരളത്തിലെ പിന്നോക്കക്കാരും കേരളത്തിലെ അവർണ ജനവിഭാഗങ്ങളാണ്. സമുദായം എന്ന ഭാവന ഉയർത്തിപ്പിടിച്ചത്. അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് സമുദായവും ജാതിയും തമ്മിലുള്ള വ്യത്യാസം? നാരായണ ഗുരുസ്വാമികൾ പറയും, നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. ഇങ്ങനെയാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ഇങ്ങനെ പറയുക മാത്രമല്ല, SNDP തൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ ഡോക്ടർ പൽപുവിന് കത്തെഴുതി. എഴുതിയ കത്തിൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ഇങ്ങനെയാണ്:
നാം മനസ്സുകൊണ്ട് വിട്ടതുപോലെ വാക്കുകൊണ്ട് യോഗത്തെ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ജാതിയില്ലാത്തൊരു സഭ നമുക്ക് സ്ഥാപിക്കണം എന്ന് ഗുരു ആഗ്രഹിച്ചു. നമ്മൾ പറയും, പൊതുവെ വിചാരിക്കുന്നത് നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു എന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞ വെറുതെ ഒരു വെറും വാക്കാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. പിച്ചനാട്ട കുറുപ്പനായിരുന്ന കൃഷ്ണൻ വൈദ്യർ പിച്ചനാട്ട കുറുപ്പനായിരുന്നു. ഹിന്ദുത്വവാദികൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാതെ തടഞ്ഞു നിർത്തി ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് നാരായണ ഗുരു എന്ന് പറയാറുണ്ട്. പക്ഷേ നാരായണ ഗുരു കൃഷ്ണൻ വൈദ്യരെ ഹിന്ദുമതത്തിലേക്കല്ല കൊണ്ടുവന്നത്, ഈഴവ സമുദായത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഗുരു പറഞ്ഞല്ലോ, നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. അങ്ങനെ കൃഷ്ണൻ വൈദ്യരെ ഈഴവനാക്കി. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ഉള്ളൂരും സംഘവും തീരുമാനിച്ചു, കൃഷ്ണൻ വൈദ്യൻ നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തെ മുനിസിപ്പൽ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കാം. ചങ്ങനാശ്ശേരിയിൽ ഈഴവരെല്ലാവരും പ്രക്ഷോഭം ഉണ്ടാക്കി, കൃഷ്ണൻ വൈദ്യർക്കിടതായി. അവർ പറഞ്ഞു, ഇദ്ദേഹം യഥാർത്ഥ ഈഴവനല്ല, ഇദ്ദേഹം ഒരു കുറുപ്പന്, അതുകൊണ്ട് കുറുപ്പൻ ഞങ്ങളുടെ സ്വത്തും അവകാശപ്പെടാൻ കഴിയില്ല. ഉള്ളൂർ കണ്ടെത്തിയ വഴി, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നാരായണ ഗുരുവിൻ്റെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് തന്നാൽ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാം. ഗുരുവിനെ ചെന്ന് കണ്ടു. ഗുരു സർട്ടിഫിക്കറ്റ് എഴുതി. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സമുദായ സർട്ടിഫിക്കറ്റ് കൊടുത്ത വ്യക്തിയുടെ പേര് നാരായണ ഗുരുസ്വാമികൾ എന്നാണ്. ഗുരുവാണ് ആദ്യം സമുദായ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഗുരു എഴുതി, ഈ കത്തുമായി വരുന്ന ആൾ പരിശുദ്ധനായ ഈഴവനാകുന്നു, ഈ കത്തുമായി വരുന്ന ആൾ പരിശുദ്ധനായ ഈഴവനാകുന്നു എന്ന് പറഞ്ഞാൽ ചെത്തില്ലാത്ത ഈഴവൻ. അതാണ് പരിശുദ്ധിയുടെ അടിസ്ഥാനം. കത്ത് കൊണ്ടുവന്നു. അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറായിട്ട് മത്സരിച്ചു, മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു, അദ്ദേഹം അധികാര സ്ഥാനത്തിരുന്നു. ഇതാണ് ഗുരു കാണുന്ന സമുദായം, എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. അയ്യങ്കാളി കണ്ടത് സാധുജന പരിപാലന സംഘം, ജാതിയല്ല, സംഘമാണ്. സാധുജന പരിപാലന സംഘം, എല്ലാ ജനങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒരു കൺസെപ്റ്റ് സാധുജനം എന്ന് പറയുന്ന ആശയത്തിലൂടെ മഹാത്മാ അയ്യങ്കാളി മുന്നോട്ട് വെച്ചു. പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന ആശയത്തിലൂടെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു ആശയം പൊയ്കയിൽ അപ്പച്ചൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇവിടെ ഒന്നും എന്തില്ല, ജാതിയുടെ ആശയമില്ല. ജാതിയെ മറികടക്കുന്ന സാമുദായികമായ ഒരു വിമോചനാത്മകമായ സ്വത്വത്തെ നാരായണ ഗുരുസ്വാമികളും പൊയ്കയിൽ അപ്പച്ചനും മഹാത്മാ അയ്യങ്കാളിയും മുന്നോട്ട് വെച്ചപ്പോൾ യോഗക്ഷേമ സഭയെ NSS എത്തിച്ചേരുന്നത് ജാതിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ജാതി സെൻസസ് നടത്തുന്നതിൽ പ്രശ്നം. എന്തുകൊണ്ടാണ് NSSന് ജാതി സെൻസസ് നടത്താൻ ഏറ്റവും വലിയ എതിരാളികൾ NSS? കാരണം എന്താണ്? തങ്ങളുടെ അധികാര ഹുങ്കിനെ പറ്റി തങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്ന മുഴുവൻ അധികാര ദുഷ്പ്രഭുത്വത്തിൻ്റെയും ചരിത്രം ലോകരറിയുമെന്ന് ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിനെതിരാണ് ഈ കക്ഷികളെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് എന്ന് പറയുന്നത്, ഈ പ്രാതിനിധ്യ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള പാലത്തിൻ്റെ പേര് ഈ ഗോശ്രീ പാലം എന്നാണ്. സഹോദരനയ്യപ്പൻ ജീവിച്ച നാടായിട്ട് പോലും ആ പാലത്തിന് സഹോദരനയ്യപ്പൻ പാലമെന്ന് ഇടാൻ കേരളീയർക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും പശുവിൻ്റെ പേരില്ല. ഒരു പശു ഇന്ന് രാവിലെ ഒരു മുഖ്യമന്ത്രിയെ കുത്താൻ ചെന്നു, ഇല്ലേ? ഗോമാതാവാണെന്ന് എന്താ അദ്ദേഹം കരുതാഞ്ഞത്? ഗോമാതാവാണ്, അപ്പം നിന്നു കൊടുക്കണം. ഗോമാതാവിൻ്റെ കുത്തേറ്റ് സ്വർഗലോകം പോകാമല്ലോ, അല്ലേ? അങ്ങനല്ലേ നമ്മളതിനെ കരുതേണ്ടത്. അപ്പം നമ്മളിപ്പോഴും പല നിലകളിൽ സാംസ്കാരികമായ രീതിയിൽ ഈ ജാതി മേൽക്കോയ്മയുടെ സംസ്കാരം മലയാളി സമൂഹത്തിൽ ആഴത്തിൽ വേര് പടർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേര് പടർത്തി കിടക്കുന്നുണ്ട്. അതാണ് കർണാടകയിൽ മാന്യതാ പട്ടീൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഒരു ദളിത് യുവാവിനെ തല്ലിക്കൊന്നു. അപ്പോൾ ഇപ്പോഴും ഈ ഹോണർ കില്ലിങ് നടക്കുന്ന ഒരു നാടുകൂടിയാണ് ഇന്ത്യ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ജാതി നിലനിൽക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, പുറമേക്ക് നമ്മൾ വലിയ പുരോഗമനക്കാരായിരിക്കുകയും പരിഷ്കൃത സമൂഹം എന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോഴും പരിഷ്കൃതത്വം എന്ന് പറയുന്നത് നമ്മുടെ മുഖംമൂടി മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ ചെറായി സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിൽ ഇങ്ങനെ ഉപനിഷത്ത് പൂജിച്ച് നടക്കുക. പുറമേ കാണുമ്പോൾ നമ്മൾ മാർക്സിസ്റ്റുകളാണെന്ന് പറയും, UDF ആണെന്ന് പറയും, ദേശീയവാദികളാണെന്ന് പറയും. ഉള്ളിലെന്താണ്? ഉള്ളിൽ കോണകവും പൂണൂലും. കോണകത്തിൻ്റെ നിറം എന്താണ്? കാവിയാണ്.
തൗബീനത്തിൻ്റെ നിറം കാവിയാണ്. ഇങ്ങനെ മനുഷ്യർ മാറിത്തീരുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥയ്ക്കകത്താണ് മലയാളി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം മലയാളിക്ക് യഥാർത്ഥത്തിൽ ഒരു മലയാളി സ്വത്ത് ഉണ്ടാകണമെങ്കിൽ ഒന്നിച്ച് മുന്നേറാമെന്നാണ് നമ്മുടെ ചർച്ച. അങ്ങനെ ഒന്നിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ എന്തു വേണം? എല്ലാ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥയ്ക്ക് രൂപം കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു സാംസ്കാരിക വ്യവസ്ഥയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ സാഹിത്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് എല്ലാ മനുഷ്യർക്കും പങ്കുപറ്റാവുന്ന, എല്ലാ മനുഷ്യരും പങ്കാളികളായി മാറുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടാകും. ആ ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയുടെ പേര് പ്രാതിനിധ്യ രാഷ്ട്രീയമാണ്. ആ പ്രാതിനിധ്യ രാഷ്ട്രീയത്തിന് മാത്രമേ ഒന്നിച്ചു മുന്നേറാൻ കഴിയുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥയെ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.